ഇത്ര പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു അതൊന്ന് മനസ്സിലാക്കി. എങ്ങനെ അടുത്ത അതെ ഒരു പാളം വേണം, ഒരു കിണർ വേണം, എല്ലാം വേണ്ടേ? അത് വേണോ അല്ലാണ്ട് എങ്ങനെയാ? ഒരു സെക്കൻഡ് കേട്ടാ, ഞാൻ വിളിക്കാം. ഇപ്പൊ ഞാൻ വിളിക്കാം. സുരൂപേ, സർവത്തുണ്ട് ഇവിടെ? സർവത്തെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് തരൂല. തരൂല്ല? നിങ്ങൾ ആൽബത്തിൽ ഒരു ചാൻസ് മേടിച്ചേരാന്ന് പറഞ്ഞിട്ട്. എനിക്ക് താടി പിടിക്കാൻ പറ്റൂലോ. അത് പറ്റില്ല, എന്റെ താടിയൊക്കെ കോൺഫിഡൻസ് താടിയില്ല. എക്കടെ ചങ്ങ ഇനി മോഹൻലാൽ മമ്മൂട്ടിനെ എടുക്കാം. പണ്ടത്തെ സിനിമ ഒരു താടി പഠിച്ചിട്ട് ക്യാരക്ടർ വേണ്ടേ? ഫേസിൽ ക്യാരക്ടർ ലുക്ക് വേണം. ഉപ്പുണ്ടല്ലോ താടി അവർക്കല്ലോ. ആർക്ക്? മോഹൻലാലിനല്ലോ. ചങ്ങായി ഒരു ക്യാരക്ടർ ആയിക്കഴിഞ്ഞ് ഇനി ക്യാരക്ടർ ആണ്ടേ? ഇനി നോക്ക്, എന്റെ ഇപ്പം പുതിയ ഇറങ്ങാൻ പോകുന്ന ആൽബം ഉണ്ട്. അതായത് പൂങ്കുളത്തിലെ ആയിഷ, പിന്നെ ആമ്പൽക്കുളത്തിലെ ഉണ്ണിമേരി, അതുപോലെ തന്നെ ത്രേസ്യക്കുട്ടിയുടെ മേത്തിരി. 3 ആൽബം ഇപ്പം ഇറങ്ങാൻ നിൽക്കുക. ഇങ്ങനെ അതാ മുഴക്കോ വരുന്നുണ്ട് കേട്ടോ. സർവത്തൊക്കെ തരാം. സർവത്തൊക്കെ തരാം. എത്ര ദിവസം കണ്ടിട്ട് ഇപ്പം ഞാൻ ഉണ്ട് ഇവിടെ. ഫുൾ തിരക്കാ ഷൂട്ടിന്റെ. അല്ലടോ ചങ്ങായി, ഇജ്ജ് ഇപ്പൊ ഈ സിനിമയിലെ ആൽബത്തിലൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ എന്നെ ഒരു കല്യാണ ആൽബത്തിലും കൂടി കണ്ടിട്ടില്ല. അല്ല, എന്റെ ഈ ആൽബം എല്ലാം വിദേശത്താ. ഇവിടെ ഇറക്കാൻ സമ്മതിക്കില്ല. ഇവിടെ ആൾക്കാർ ഇറക്കാൻ സമ്മതിക്കില്ല അല്ലേ? അല്ല, വിദേശത്താണ് നമുക്ക് ഫാൻസ് കൂടുതൽ. അത് ശരി. പൂങ്കുളത്തിൽ ആയിഷ പുതിയ സാധനം. എവിടെ? പൂങ്കുളത്തിൽ ആയിഷ. ഇപ്പൊ വരുന്നുണ്ട്. അത് ശരി. ബെല്ലടിക്കുന്നുണ്ട്. പോകട്ടെ. പൂങ്കുളത്തിൽ ആയിഷ. എന്താടാ? ഓപ്പറേഷൻ ചെയ്താ? അത് ശരി. എനിക്ക് ഓപ്പറേഷനും ചെയ്യാം. എന്റെ മോയ അവിടെ ഇരുന്നോട്ടെ. ഒന്നിപ്പോ ഓപ്പറേഷൻ ചെയ്ത് കളയേണ്ട കാര്യമില്ല. ആയിക്കോട്ടെ മോനെ, ആപ്പാക്കൊരു കുഴപ്പമില്ല. എന്നാ ശരി, വെച്ചാളി. എന്റെ മോൻ മുഹമ്മദ് ബിയാരിയാ വിളിച്ചതേ. ഓന്റെ ഒരു കൂട്ടുകാരുണ്ട്, ജോയി, കോട്ടയത്താരനാ. ഓൻ നെറ്റത്തൊരു മോയുണ്ടായിരുന്നു. ഓനിക്കേ അതിപ്പോ ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞ്. അപ്പൊ അതേമാതിരി വാപ്പാടെ മോയൊന്ന് ഓപ്പറേഷൻ ചെയ്ത് കളയാ നിന്നോട്. ഏടിയാ മോയ? മോയ ഏടിയങ്ങളെ? മോയ എവിടെ ഇല്ല. ഇപ്പൊ ഈ ചാൻസിൽ എന്റെ മോയ എവിടെയെന്ന് അറിയാൻ നിക്കണ. എന്താ ഓന്റെ സൂത്രം? അത് നടക്കണില്ല. ഇതിപ്പോ ഓനിക്ക് എന്താ വെച്ചാലേ, എന്റെ മോനിക്കേ മൂപ്പിക്ക് എത്രയും പെട്ടെന്ന് പിന്നെ ചന്തിയിലെ മോയ അങ്ങോട്ട് നീക്കണം. ചന്തിയിലെ മോയല്ലേ? എനിക്ക് അത്യാവശ്യം ധൃതിയുണ്ട്. ഞാൻ നടക്കട്ടെ. നടന്നോളി. ബാവാ, അതെ പെട്ടെന്നൊക്കെ കൊറേ ദിവസം കണ്ടിട്ട് എവിടക്കാ പാഞ്ഞു പോണേ? നമ്മളെ രാജേട്ടൻ മരിച്ചുപോയി. ആര്? ഈ വളവിലെ രാജനല്ലേ? മരിച്ചോ? മരിച്ചു. എന്താ പറ്റി? പുള്ളിയുടെ വയറ്റില് ചെറിയ നെല്ലിക്ക വലുപ്പത്തിന് മുഴ ഉണ്ടായിരുന്നല്ലോ. അത് കൊണ്ട് കാണിക്കാൻ അന്നേ പറഞ്ഞിരുന്നതാ. പുള്ളി അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് ചുമ്മാ നടന്നതാ. കഴിഞ്ഞ ആഴ്ച ആയപ്പോഴത്തേക്കും പുള്ളിക്ക് വയറുവേദന ഭയങ്കരമായിട്ട് കൂടി. ഞങ്ങളെല്ലാരും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇത് ബയോപ്സിക്ക് അയക്കണം, പ്രശ്നമാണെന്ന് പറഞ്ഞു. അങ്ങനെ റിസൾട്ട് വന്നപ്പോഴേ അറിഞ്ഞ പുള്ളിക്ക് 4th സ്റ്റേജും കഴിഞ്ഞു, ക്യാൻസർ. പുള്ളി ഇപ്പൊ ഇന്നലെ ആയപ്പോ മരിച്ചു. ചെറിയ വലിപ്പമുണ്ട്, നെല്ലിക്കയിൽ എത്ര ഉണ്ടായിരുന്നുള്ളൂ. എത്ര വലിപ്പമുണ്ട്? അതൊരു ചെറുനാരങ്ങയുടെ വലിപ്പം. ചെറുനാരങ്ങയുടെ വലിപ്പമുണ്ടാ? വ്യാജ് പേടിച്ചിട്ടോ ഇങ്ങോട്ട് കാണിക്കുന്നു വിളിച്ചു പറയണേ. നിങ്ങൾ എന്തായാലും പോയി ടെസ്റ്റ് ചെയ്യും. ഇത് ക്യാൻസർ ആണോ അല്ലയോന്ന് അറിയാലോ. ഇത് അങ്ങനത്തെ ഒന്നല്ല. എല്ലാരും ഇങ്ങനെ പേടിച്ചിട്ട് ഒന്ന് കാണിക്കും. നിങ്ങൾ എന്തായാലും നിങ്ങൾ പോയി കാണിക്കുന്നത്. നിങ്ങൾ ആ രാജേട്ടനെ കണക്ക് ആവല്ലേ, സമയത്തിന് കൊണ്ട് കാണിക്കാൻ നോക്കും. ഞാൻ പോണു. കാണിക്കുന്നു പോയിട്ട്. കുറവാണേ. ആ വാപ്പനോട് ആശുപത്രി കാണിക്കാൻ പറഞ്ഞിട്ട് സമ്മതിക്കണ്ടായില്ല. അതുകൊണ്ടാണ് ഞാൻ കയറി പോന്നത്. ഇപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞ് ബോധം തെളിഞ്ഞിട്ടില്ല, റൂമിലോട്ട് മാറ്റിയിട്ടില്ല, ഇപ്പൊ ഒബ്സർവേഷനിലാണ്. ഞാനൊന്ന് സുഖമായി അങ്ങോട്ട് പോരും. പെങ്ങളുണ്ട്, കൂടെ ഉണ്ട്. ശരി. പുറത്തുനിന്ന് മേടിക്കാൻ പറഞ്ഞു മരുന്നാ? പിന്നെ എന്റെ അമ്മായിയപ്പം വിളിച്ചിട്ടുണ്ടായി.
എന്താ ഇക്കാനെ വിളിച്ചിട്ട് കിട്ടണില്ല എന്ന് പറഞ്ഞു. ഇവിടെ തിരക്കല്ലേ, നിന്റെ അമ്മായിയപ്പന്റെ കോൾ എടുക്കും, ഇവിടെ വാപ്പാടെ ജീവൻ രക്ഷിക്കും. എന്താണ്? അല്ല, ഈ ബയോപ്സിക്ക് അയച്ചിട്ട് എന്തായെന്ന് ചോദിച്ചു. റിസൾട്ട് വന്നല്ലോ, അയച്ചിട്ടല്ലേ ഉള്ളു ഇന്ന് എടുത്തിട്ട്. അല്ല, മൂപ്പര് പറയണതേ ബയോപ്സിക്ക് അയച്ച ക്യാൻസർ തന്നെ ഇരിക്കുന്നു. മൂപ്പരാ തീരുമാനിക്കണം. എന്നാ മൂപ്പരൊരു മെഷീനായിട്ട് ഇവിടെ ഇരിക്കാൻ പറ, ടെസ്റ്റ് ചെയ്യാൻ. വെറുതെ അതും ഇതും പറഞ്ഞുണ്ടാക്കുക. ഞാൻ മരുന്ന് മേടിച്ചിട്ട് വരട്ടെ. പിന്നെ എന്റെ കെട്ടിയനും വിളിച്ചു. അതെന്തിനാണെന്ന് എനിക്കറിയാം. ഈ ഹോസ്പിറ്റലിൽ എന്തിനാണ് കാണിച്ച? സർക്കാർ ആശുപത്രി കാണിച്ചാൽ പോരെന്ന് ചോദിക്കാനല്ലേ? അല്ല, ബാപ്പയ്ക്ക് ഇങ്ങനെ വയ്യല്ല, വയ്യാതെ കിടക്കണല്ലേ. ബയോപ്സിയുടെ ഒക്കെ റിസൾട്ട് വന്നോല്ല. അപ്പൊ ആ ചന്തമുക്കിലുള്ള സ്ഥലം എന്റെ നിക്കാന്റെ സമയത്ത് എന്റെ പേരിൽ എഴുതി തരാന്ന് പറഞ്ഞല്ലേ എന്തായിരുന്നു. വാപ്പ വാക്ക് പറഞ്ഞ വാപ്പ നിനക്ക് തന്നെ എഴുതി തരും. ഈ നേരത്താണ് അതൊക്കെ ചോദിക്കണത്. അല്ല, പുള്ളിയറിന് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യം. ഒന്നും സംഭവിക്കൂല. ഡോക്ടർ ഇപ്പൊ പറഞ്ഞാണ് ബയോപ്സിക്ക് അയച്ചാണ് എന്തെങ്കിലും ഉണ്ടാന്ന് നോക്കാനാണ്. വാപ്പാക്ക് ഒരു കുഴപ്പമില്ല. നീ ഇവിടെ നിന്ന് മരിക്കാൻ പ്രാർത്ഥിക്കണ സ്വത്ത് കിട്ടാൻ വേണ്ടിട്ട്. നിനക്ക് പങ്ക് വേണമെങ്കിൽ ഇപ്പൊ വാപ്പാടെ ബയോപ്സി എടുത്ത് അയച്ചില്ലേ, ഇത്ര ഉണ്ടായി കുരു, അതിന്റെ പകുതി 2 കിലോ നിനക്ക് തരാം. അല്ല അപ്പഴേ എടുത്തോ. ഇങ്ങനെയുണ്ടോ മക്കള്? എന്തല്ല നിങ്ങളവിടെ അന്നേരെ മലയാളത്തിൽ പറഞ്ഞില്ലേ കാണിച്ചേളാ. ഇപ്പൊ എങ്ങനെയുണ്ട്? ചന്തി പൊന്തിച്ച് കിടക്കേണ്ട അവസ്ഥയായില്ലേ? ഇംഗ്ലീഷിൽ പറഞ്ഞാലും ഞാൻ അങ്ങനെ തന്നെ കിടക്കണ്ടേ? ഇതിപ്പോ നിങ്ങൾ തന്നെ സഹിക്കണ്ടേ? ഭേദനല്ലോ. പണ്ട് കാലത്ത് ഞങ്ങൾ പഠിക്കാൻ പോണ കാലത്ത് സ്കൂളിന്റെ പഠിക്കേണ്ട ഒരാളായി മുക്ക ഒരു ക്യാമറ ഇട്ട് ഇങ്ങനെ നമ്മളുടെ തുണിയിട്ട് മൂടിയിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ തിരിക്കുമ്പോ താജ്മഹല്, കുത്തബ് മീനാർ എന്നൊക്കെ പറഞ്ഞ ഓരോന്നും ഇങ്ങനെ കാണിച്ചു തരും 10 ദിവസം കൊടുത്താല്. അതുമാതിരി ഇപ്പൊ എന്റെ കുരു കാണിക്കാൻ വേണ്ടി കിടക്കുക ഞാൻ. എനിക്ക് കാണണോ? കാര്യൊന്നും വേണ്ട. എന്താ പിന്നെ എന്റെ വിശേഷങ്ങളൊക്കെ? എന്റെ വിശേഷം ഇപ്പൊ എന്റെ നമ്മളെ ത്രേസിക്കുട്ടിയുടെ മേത്തിരി റിലീസായി. ത്രേസിക്കുട്ടിയുടെ മേത്തിരി ഇല്ലേ ഞാൻ അന്ന് പറഞ്ഞേ, പുതിയ അത് റിലീസായി. കത്തിപ്പോയോ? കത്തിക്കൊണ്ട് അതിങ്ങനെ കത്തിക്കൊണ്ട് ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ എന്നെ ഇവിടെ ഉള്ള ആരും കണ്ടിട്ടില്ല, ആൽബത്തിൽ ഇഞ്ഞെവിടെയും കാണുന്നില്ലല്ലോ. അപ്പൊ ഞാൻ ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് പുതിയൊരു ആൽബം അടുത്ത മാസം റിലീസാണ്. ഒന്തക്കാട്ടിൽ ഉമ്മർ, ഇവൻ അതിന്റെ നായകൻ. ആൽബം അടുത്ത മാസം റിലീസാവാക്ക. പക്ഷെ അത് കാണാൻ ഇപ്പൊ കോയാക്ക ജീവിച്ചിരിക്കുമെന്ന് അറിയില്ലല്ലോ. അങ്ങനെ പറഞ്ഞു. നിങ്ങക്ക് ക്യാൻസർ അല്ലേ? കൊല്ലാൻ കേൾക്കാം നമുക്ക് നിങ്ങള് പോയാലാണ് ഒരു കുരു വന്നു വെച്ചിട്ട് വന്നവരും പോയവരൊക്കെ ക്യാൻസറാണ്. ക്യാൻസർ എന്തൊരു ഗതികേടാണെന്നാ. മെമ്പറോ പരിചയുള്ള ആളല്ലല്ലോ. ഭവനത്തിൽ ആളില്ലേ? അതെ, ഇവിടെ ഒരാളുണ്ട്. ഇത് മതിച്ചെടുത്തോളെ. ഞാൻ മതിയോ? സ്തുതി. സ്തുതിയുടെ അന്വേഷിച്ചു വന്ന സ്തുതി ഇപ്പൊ വന്നു പോയേ ഉള്ളൂ. ദൈവത്തിന്റെ പേരിൽ സ്തുതി. ഇത് ശരി. അൽഹംദുലില്ലാഹ്. അല്ല ബ്രദറെ, ജീവിതത്തിൽ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഒരുപാടുണ്ടാവും എന്ന് പറഞ്ഞ് ഒരിക്കലും നമ്മൾ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. അതെ ചെങ്ങായി, ഇത് ഞാൻ ആത്മഹത്യ ചെയ്യാൻ കെട്ടിയതല്ല. അത് കണ്ട അതൊക്കെ ഇങ്ങനെ പിടിച്ചിങ്ങനെ ഒന്ന് എണിക്കാൻ വേണ്ടിട്ടേ അതിന് വേണ്ടി കെട്ടിട്ടേക്ക. എന്താ വന്ന് നിങ്ങള്? എന്റെ പേര് മന്മഥൻ. എന്താ മമ്മദേ വന്ന് പറഞ്ഞോ? മമ്മദ അല്ല, മന്മഥൻ. മന്മഥൻ അല്ലേ? എന്തായാലും വന്ന കാര്യം പറയ്. അങ്ങയുടെ രോഗശാന്തിക്കും രോഗശമനത്തിനും മറ്റെല്ലാ പ്രയാസങ്ങൾക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വന്നതാണ്. ക്യാൻസറാൽ ബുദ്ധിമുട്ടുകയാണെന്ന് ഞാൻ അറിഞ്ഞു. പടച്ചറമ്പ്, വന്നവരും പോയവരൊക്കെ തന്നെയുള്ള പിണ്ടഞ്ഞിപ്പൊക്കെ. ഞാന് അവിടത്തേക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ? നിങ്ങളിപ്പോ എവിടുന്നാ വരുന്നത്? പാറശാല പ്രാർത്ഥനാ കേന്ദ്രത്തിൽ നിന്ന് വരുവാണ്.
അപ്പൊ അവിടെ വരെ കേട്ടപ്പോ എന്റെ ഈ അസുഖമുള്ള കാര്യം ഞങ്ങൾ ഈ ആശുപത്രികളിൽ പോയി അവിടുന്ന് അന്വേഷിച്ച് മാറാ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് ആശ്വാസം നൽകും. പ്രാർത്ഥിച്ച് അങ്ങയുടെ രോഗം പൂർണ്ണമായിട്ട് ഞങ്ങൾ മാറ്റിത്തരും. പെങ്ങള് പ്രാർത്ഥിച്ച എന്റെ അസുഖം മാറുന്ന ആരാ പറഞ്ഞേ? എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് വാൾവിന് തകരാറായി ഞാൻ കയറി ഇറങ്ങാത്ത ആശുപത്രികളൊന്നുമില്ലായിരുന്നു. ഡോക്ടർമാർ ഉപേക്ഷിച്ച ഞാൻ അവസാനം ചെന്നുപെട്ടത് പാറശാല പ്രാർത്ഥനാ കേന്ദ്രത്തില്. അന്ന് അവിടെ കൂടിയ പ്രാർത്ഥനയിലേക്ക് കൂടി ഞാനും പ്രാർത്ഥിച്ചു. എന്റെ രോഗം ഭേദമായി ഞാൻ ഇന്നത് പൂർണ്ണ ആരോഗ്യവാനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ദൈവത്തിന്റെ നാമത്തിൽ അങ്ങേക്ക് വേണ്ടി ഞാനൊന്ന് പ്രാർത്ഥിച്ചാല് അങ്ങേ പൂർണ്ണ സുഖവാനാവും. അങ്ങയുടെ അസുഖങ്ങളെല്ലാം മാറും, എനിക്ക് ഉറപ്പുണ്ട്. ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. അപ്പൊ എങ്ങനെ പെങ്ങളെ ഒരു പ്രാർത്ഥനക്ക് എന്ത് വെച്ച് തരേണ്ട ഒരു? ഇപ്പൊ ഞാനിവിടെ ചെയ്യുന്ന പ്രാർത്ഥന സേവനമാണ്, അതിന് പ്രതിഫലമില്ല. പക്ഷെ അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ കൂട്ടത്തോടെ പ്രാർത്ഥിക്കും. പാറശാല പ്രാർത്ഥനാ കേന്ദ്രത്തില് അത് ഒരു വർഷത്തേക്ക് അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ ഒരു വർഷത്തേക്ക് വെറും തുച്ഛമായ 1000 രൂപ തന്നാൽ മതി. അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കും. അല്ല, അത് വേണ്ട, നിങ്ങൾ ഇവിടെ ഫ്രീ ആയിട്ടുള്ളത് വേണമെങ്കിൽ ചെയ്തോളി. സഹോദര, ഞാന് സഹോദരന്റെ തലയിലൊന്ന് കൈവച്ച് പ്രാർത്ഥിച്ചോട്ടെ. തലയിൽ കൈവച്ചോളിയും ചന്തിയമ്മ കൈവക്കരുത്, അവിടെ ഓപ്പറേഷൻ കഴിഞ്ഞേക്കും. ദൈവമേ, 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 എന്റെ മുന്നിൽ കിടക്കുന്ന പോയെന്ന ഈ സഹോദരന്റെ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ ആദ്യം വ്യാധിയും എല്ലാ പ്രയാസങ്ങളും എല്ലാം മാറ്റിക്കൊടുത്ത് ഈ സഹോദരന് എല്ലാ സൗഖ്യവും കൊടുക്കണേ. ക്യാൻസർ എന്ന മഹാമാരിയുടെ പിടിയിൽ നിന്നും ഈ സഹോദരനെ മുക്തനാക്കണേ, പൂർണ്ണ ആരോഗ്യവാനാക്കണ്ടേ. ദൈവമേ, കയ്യെടുക്ക്. ഇത് പഴയതാണ്, 10-65 വയസ്സ് പഴക്കമുള്ളത്. അത് ഇതൊക്കെ ഇളക്കാ കൊഴിഞ്ഞു പോവും. നിങ്ങളിപ്പോ എന്റെ തല പിടിച്ച് ലേലം ചെയ്യാ. ദൈവത്തിന്റെ അനുഗ്രഹം ഇത് കയറി വരികയാണ്. ഞാനത് പിടിച്ച് കൊണ്ടുവരികയാണ്. അത് പൂർണ്ണമായിട്ട് മാക്കി കഴിയണോ എന്നെ പ്രാർത്ഥിക്കാൻ അനുവദിക്കും. എന്താ ഇവിടെ എന്താ ഓപ്പിന്റെ തല പിടിച്ച് ലേലം ചെയ്യാണ്. എന്താണ് പിടുത്തം കിട്ടണില്ല. ഇതാരാണ് ബ്രദറെ? ഇത് ഓന്റെ വാപ്പയാണ് ഞാന്. എന്താ പരിപാടി? എന്താണ് മോൻ ബ്രദറെ? ഞാൻ വാപ്പ ബ്രദറിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോണ്ടിരിക്കുകയാണ്. അതെ, ഇവിടെ ഒരു പ്രാർത്ഥനയും വേണ്ട. പുള്ളി മരുന്നൊക്കെ വാങ്ങി സുഖമായിട്ട് കിടക്കണ. പോവാൻ നോക്കിയ ചെല്ലി. ബ്രദറെ, മരുന്നിനൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്. ബാക്കിയെല്ലാം മേളിലിരിക്കുന്ന സാക്ഷാൽ ദൈവത്തിന്റെ കയ്യിലാണ്. നിങ്ങളത് മനസ്സിലാക്കുക. വെളപ്പിശാല പ്രാർത്ഥനാ കേന്ദ്രത്തിൽ 1500 ഇടിച്ചക്കൽ പ്ലാമൂട് പ്രാർത്ഥനാ കേന്ദ്രത്തിൽ 2000 മേടിക്കുന്നത്. ഞങ്ങൾ വെറും 1000 ഒരു വർഷത്തേക്കാണ്. പിന്നെ ഒരു വർഷം എന്ന് പറഞ്ഞാൽ അവര് ചിലപ്പോൾ 3 മാസം പ്രാർത്ഥിക്കും, ചിലപ്പോൾ 4 മാസം പ്രാർത്ഥിക്കും. ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ ദൈവത്തിന് എപ്പോഴും ഞങ്ങള് അങ്ങനെ ഒരു കളവും ചതിയും ഇല്ലാത്ത ആൾക്കാരാണ്. നിങ്ങളുടെ ദൈവത്തിന് ഡിസ്കൗണ്ട് ഉണ്ടാ? അതെ, ഈ വാപ്പ ബ്രദറിന് വേണ്ടി ഞാൻ ഒന്നുകൂടെ ഒന്ന് പ്രാർത്ഥിച്ചോ. ഒരു പ്രാർത്ഥനയും വേണ്ട, നിങ്ങൾ പോവാൻ നോക്കാം. സുഖമില്ലാതെ കിടക്കുന്ന ആളുടെ അടുത്താണ് പ്രാർത്ഥന. ദൈവം കേൾക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ മനസ്സിലാവില്ല, അവള് പോവാൻ നോക്കണോ. ചീത്ത പറയേണ്ട കാര്യം. ഈ സാത്താന്റെ സന്തതിയുള്ള ഈ ഭവനത്തിൽ ഒരിക്കലും സ്വസ്ഥത കൊടുക്കരുത്. എന്തത് വെറുതെ കിടക്കാനും സമ്മതിക്കില്ല മനുഷ്യന്മാരുടെ വീട്ടില്. അങ്ങനെ തള്ളിപ്പറഞ്ഞ ഈ പിശാചുകൾക്ക് ഒരു ഗതിയും പരഗതിയും കൊടുക്കല്ലേ ദൈവമേ. സാത്താന്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാവരും സാത്താന്റെ പിടിയിൽ അകപ്പെട്ട്